മണൽ മാഫിയയും പോലീസും തമ്മിലുള്ള അവിഹിത ബന്ധത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കൂട്ടായിൽ മണൽ അടിക്കുന്ന ഒരു വ്യക്തിയും ചില പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിൽ നല്ല ബന്ധമാണെന്നും അയാൾക്ക് മണൽ അടിക്കുവാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നതും ഈ പോലീസ് ഉദ്യോഗസ്ഥരാണെന്നും പലപ്പോഴും ആ വ്യക്തിയുടെ സ്വകാര്യ വാഹനത്തിൽ ഈ പറയുന്ന പോലീസുകാർ വന്ന് പ്രദേശത്തിരുന്ന് മദ്യപാനം നടത്തുന്നുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. പറയുന്ന വർത്തമാനം കേട്ടാൽ പോലീസുകാർ കയ്യിലാണ്, വലിയ ഉദ്യോഗസ്ഥന്മാർ എൻ്റെ കയ്യിലാണ്. എന്നിട്ട് ഇവിടെ ഇരിക്കണ പിള്ളേരിട്ടാവും കച്ചറക്ക് വരാം, വണ്ടിമ വടി വെച്ചിട്ട് ഇവിടെ അടിക്കാൻ വരാം. അവന് ഈ നാട്ടുകാരനല്ല, അവന് ആസാം പഠിക്കലുള്ളതാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പോലീസുകാരെ കൂടെ എന്നിട്ട് അവൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനിവിടെ ഇന്നോവ കാറിട്ട് വരും. കാറിട്ട് വന്നിട്ട് അതിൽ പോലീസുകാരുണ്ടാവും, സിവിൽ ഡ്രസ്സ്. എന്നിട്ട് അവനിവിടെ ഇരുന്നിട്ട് വെള്ളം അടിക്കുക, എന്നിട്ട് പോവുക, എന്നിട്ട് ഇവിടെ കിടന്ന് പ്രശ്നമാക്കുന്നിട്ട്. മംഗലം പഞ്ചായത്തിലെ കൂട്ടായി തെക്കേക്കടവിലെ പ്രദേശവാസിയാണ് പോലീസിനും മണൽ മാഫിയയ്ക്കുമെതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടുള്ളത്. ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ഒരു വ്യക്തി ഇവിടെ നിന്നും സ്ഥിരമായി രാത്രി സമയങ്ങളിൽ മണൽ അടിക്കുന്നുണ്ട് എന്നും ഈ പ്രദേശത്ത് പോലീസുകാർ മണൽ പിടിക്കുവാൻ വരാറില്ല എന്നും പകരം ഈ മണലടിക്കുന്ന വ്യക്തിയുടെ കാറിൽ പോലീസുകാർ എന്ന് പറയുന്നവർ വന്ന് ഇവിടെ ഇരുന്ന് മദ്യപാനം നടത്താറുണ്ടെന്നും പ്രദേശവാസി പറയുന്നു. നടന്നിട്ട് ഞങ്ങളൊക്കെ ഇവിടെ നോക്കിയിരിക്കണം. മണൽ ഫീൽഡ്, ഞങ്ങൾ കടലിൽ പണിയെടുക്കുന്ന ആളാണ്, അവരൊക്കെ മണൽ ഫീൽഡിൻ്റെ ആളുകളാണ്. അപ്പോൾ അവർ ഇവിടെ മണലിൻ്റെ വിഷയം പറഞ്ഞിട്ട് ഇവിടെ അടിയൊക്കെ ഉണ്ടായിന് ഇവിടുത്തെ പിള്ളേരായിട്ട്. നാട്ടിലെ പിള്ളേരെടുത്തിട്ട് അവർ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം, നാട്ടിൽ ഇവിടെ വന്ന് വിഷയം ഉണ്ടാക്കരുത്, നിങ്ങൾ ഇവിടെ നിന്ന് പോകണം തന്നിട്ട് സംഭവിച്ചു. പോലീസുകാരൊക്കെ അടികിട്ടി. ഇതിൻ്റെ കാരണക്കാരനൊക്കെ പോലാണ് ഈ ചെങ്ങായാണ്. അവനിക്ക് ഇവിടെ വണ്ണടിക്കാം, വേറെ ആർക്കും മണ്ണടിക്കാൻ പാടില്ല. ഇവിടെ മണൽ മാഫിയൻ്റെ പിള്ളേർ ഒരുപാടുണ്ട് പണിയെടുക്കണേ. ഇതിനെല്ലാം കാരണക്കാരന് ആ ഒരു ചങ്ങായാണ് ഇവിടുത്തെ പ്രശ്നക്കാരന്. അവൻ്റെ കൂടെ പോലീസുകാരുണ്ട്, ഒരുപാട് പിള്ളേരുണ്ട് അവൻ്റെ ബാക്കിൽ. അവനിക്ക് ഈ വണ്ടി പിടിക്കുന്ന പണി അതുണ്ട്. സ്കൂട്ടിയായിട്ട് പോവുക, പോലീസുകാരെ വിളിക്കുക, വണ്ടി പിടിക്കുക, അവൻ മാറി പോവുക, വണ്ടിയിട്ട് പോലീസുകാർ പോവുക. ഇവിടെ പല വിഷയം ഉണ്ടാകുന്ന ആ ചങ്ങായി. ഇവിടെ ഞങ്ങൾ പണി കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കുള്ളൂ. ഇവിടെ വന്നിരിക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. കള്ള് കുടിച്ചിട്ടും കഞ്ചാവ് വെച്ചിട്ടുള്ള ഭയങ്കര വിഷയമാണ്. ഇവിടെ ഇരിക്കാനൊരു സ്വസ്ഥയില്ല എനിക്ക് കടവത്ത്. അവനല്ലാത്ത വേറെ ആരും ഇവിടെ വരലുമില്ല ആ ചങ്ങായി. അവൻ്റെ വണ്ടി മാത്രമേ ട്രാക്കിൽ കയറുന്നുള്ളൂ. അവൻ്റെ പണി കഴിഞ്ഞാൽ ഇവിടെ പോലീസ് എത്തി. ഇവിടെ കൂട്ടായി മൊത്തം പോലീസായി. എന്നിട്ട് ഇവിടുന്ന് വെല്ലുവിളിച്ചു. എൻ്റെ കയ്യിലാണ് പോലീസുകാർ, തിരുവനന്തപുരത്തെ സ്റ്റേഷനിലെ പോലീസുകാരൊക്കെ അവൻ്റെ കയ്യിലാണ്. ഇവൻ ആരാണ്? ഇവിടുത്തെ CID ആണ് പണി. അവർക്ക് മാത്രം ഇവിടെ മണ്ണടിച്ചാൽ മതി. അവന് പോയി കടവത്തേക്ക് വണ്ടി ഇട്ടിട്ട് വരട്ടെ. ബന്ധാണ് അവന്. പേരൊന്നുമില്ല. ഞങ്ങൾ കടലിൽ പണിക്കണം. ഞങ്ങളിത് ഇവിടെ വന്നിട്ട് മണ്ണടിക്കണം എന്ന് കാണലുള്ളതാണ്. ഇവൻ്റെ സ്വഭാവമൊക്കെ അറിയണ ചങ്ങായിൻ്റെ. ഇവൻ ഇങ്ങനത്തെ ആളാണെന്നൊക്കെ അറിയണേ. അത് അറിയില്ല എന്താണ്. അത് മണൽ മാഫിയൻ്റെ തന്നെ, പക്ഷെ അതെന്താന്നുള്ളത് ഞങ്ങൾ അറിയില്ല. ഞങ്ങൾ ഇവിടെ ഉള്ള അത് ഇവിടെ ആസാം പഠിക്കലൂടെ വെച്ചേ പാക്കാട് വെച്ചാൽ വിഷയം എന്താ അറിയില്ല. ഇവിടെ വന്നിട്ട് സിവിൽ ഡ്രസ്സിലാണ് ഇവനായിട്ട് വരുന്നത്, മുജീബിനോട്ട് വരുന്നത്. പിന്നെ രാത്രി എങ്ങനെയാണെന്നുള്ള അവനായിട്ട് ഉള്ള ബന്ധം പോലീസുകാർ എങ്ങനെയാണെന്നുള്ള നമ്മളറിയില്ല. അവർ നമ്മൾ മണൽ മാഫിയാന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കടലിൽ പോകുന്ന ആളാണ്, വെള്ളത്തിൽ കയറുന്ന ആളാണ്. 8 മണിയിലാവും ഇറങ്ങണേ. 10-12 മണിയായി അവൻ്റെ പണി ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ മൊത്തം മണ്ണടിച്ചിട്ട് അവൻ പോവുള്ളൂ. ഇവിടുന്ന് കംപ്ലീറ്റ് മണ്ണ് ഇവിടുന്ന് കൊണ്ടുപോകാൻ. ഓൻ്റെ മണ്ണ് പണി കഴിഞ്ഞാൽ പിന്നെ പോലീസും എല്ലാ ലൈൻ പാട്ടായി ഇവിടെ തന്നെ. ഒരു ഉപദ്രവമില്ല നാട്ടിൽ, അങ്ങനൊന്നും പ്രശ്നമൊന്നുമില്ല ഇവിടെ. ഈ മണൽ ഈ ചങ്ങായിനെ മാത്രം. ഒരു മണൽ വാഹനം പോലീസ് പിടിക്കുകയും പോലീസ് മണൽ മാഫിയയും തമ്മിലുള്ള സംഘർഷം ഉണ്ടാവുകയും ചെയ്തത്. എന്നാൽ ഈ വിഷയം കുറച്ചു മാസങ്ങൾക്ക് മുന്നേ തിരൂർ നടുവിലങ്ങാടിയിൽ ഒരു മണൽ വാഹനം പിടിച്ചതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പകയുടെ ഭാഗമാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിന്റെ ദൃശ്യങ്ങളും ഞങ്ങൾ പുറത്തുവിടുന്നുണ്ട്. റോഡിലൂടെ പോകുന്ന ഒരു ലോറി മോട്ടോർ സൈക്കിളിൽ വന്ന ഒരാൾ തടഞ്ഞു നിർത്തുകയും അതിനുശേഷം അയാൾ ഈ വാഹനം ഓടിച്ചു പോകുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത്. ഇതിന്റെ പകയാണോ കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവമെന്നും സംശയിക്കേണ്ടതുണ്ട്.
പലപ്പോഴും ഈ പ്രദേശങ്ങളിൽ കഞ്ചാവ് അടക്കമുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുവാനും ആളുകൾ എത്താറുണ്ടെന്നും ഇവർ പറയുന്നു. എന്നാൽ പോലീസിനെ കൊണ്ട് പ്രദേശവാസികൾക്ക് ഒരു ശല്യവും ഇല്ലെന്നും ഇവർ പറയുന്നുണ്ട്. ന്യൂസ് 99 തിരൂർ.